പുതുച്ചേരി റഡ്ഡിപ്പാളയത്ത് മാൻഹോളിൽ നിന്നുള്ള വിഷവായു ശ്വസിച്ച് 3 പേർ മരിച്ചു. വീട്ടിനുള്ളിലെ ശുചിമുറിയിലൂടെയാണ് വിഷവായു പുറത്തേക്ക് വന്നത്. അപകടത്തെ തുടർന്ന് റഡ്ഡിപ്പാളയം മേഖലയിലെ വീടുകൾ ഒഴിപ്പിച്ചു. റഡ്ഡിപ്പാളയം പുതുനഗർ മേഖലയിലെ മുഴുവൻ മാൻഹോളുകളും തുറക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. വിനയ് ഉണ്ണിയുണ്ട് വിവരങ്ങളുമായി. വിനയ്, തീർത്തും ദാരുണമായിട്ടുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. 3 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു. മറ്റൊരുപാട് പേർക്ക് അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നുണ്ടോ? എപ്പോഴാണ് ഈ സംഭവം? അക്ഷയ്, ഇന്ന് രാവിലെയോട് കൂടിയാണ് പുതുച്ചേരിക്ക് സമീപം റഡ്ഡിപ്പാളയത്ത് ഈ അപകടം ഉണ്ടാകുന്നത്. വീടിനകത്ത് ശുചിമുറി തുറന്നപ്പോഴാണ് ഈ മാൻഹോൾ എന്നുള്ള വിഷവാതകം ആദ്യം പടരുന്നത്. തുടർന്ന് ഈ വീടിനകത്തുണ്ടായിരുന്ന 2 സ്ത്രീകൾ മരിച്ചു. ഇവരുടെ ശബ്ദം കേട്ട് ഓടിയെത്തിയ സമീപവാസിയായ 15 വയസ്സുള്ള കുട്ടിയും ഈ മരിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ 3 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിലവിൽ ജില്ലാ കളക്ടറും റവന്യൂ വകുപ്പും ഫയർഫോഴ്സ് മെഡിക്കൽ സംഘവും ഇപ്പോൾ ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. റഡ്ഡിപ്പാളയം മേഖലയിലെയും സമീപത്തെ പുതുനഗർ മേഖലയിലുള്ളവരോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലുള്ള മുഴുവൻ മാൻഹോളുകളും തുറക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ റഡ്ഡിപ്പാളയം മേഖലയിൽ നിന്നുള്ള ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രദേശത്ത് പോലീസും ഫയർഫോഴ്സും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള മാൻഹോളുകൾ തുറക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. മാൻഹോളുകൾ പൂർണ്ണമായും തുറന്നുവിടാൻ ഇപ്പോൾ വിടുന്ന പ്രക്രിയയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 2 പേർ ഈ ശ്വാസതടസ്സത്തെ തുടർന്ന് 2 പേർ ഇപ്പോൾ നിലവിൽ ചികിത്സയിലാണ്. വിനയ്, വിഷവായു എന്ന് പറയുമ്പോൾ അത് അതായത് 3 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു, 2 പേർ ചികിത്സയിലാണെന്ന് പറയുന്നു. അപ്പോൾ എന്ത് വാതകമാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ടോ? നിലവിൽ അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തിറങ്ങിയിട്ടില്ല. എന്ത് തരം വാതകമാണ് പുറത്തു വന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് അത് മാൻഹോൾ വഴി തന്നെ പുറത്തു വന്നതെന്നുള്ള കാര്യങ്ങളടക്കം ഈ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും വിഷവായു ശ്വസിച്ച് തന്നെയാണ് 3 പേരുടെയും മരണം സംഭവിച്ചിരിക്കുന്നത്. അതായത് ഏത് തരത്തിൽ വിഷവായു ആണെന്ന് ഒരു നിഗമനത്തിൽ ഇതുവരെയും എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ശരി, വിനയ് ഉണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്.